നമ്മുടെ വൃക്കകൾ പുറന്തള്ളപ്പെടുന്ന അല്ലെങ്കിൽ വൃക്കകൾക്ക് ഡാമേജ് സംഭവിക്കുമ്പം ശരീരത്തിൽ വേരിയേഷൻസ് ഉണ്ടാവുന്ന ഒന്നാണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിയാറ്റിനിൻ എന്താണ്, അത് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളും അതേപോലെ തന്നെ അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത് റേസ്ഡ് ആവാനുള്ള കോസസ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ക്രിയാറ്റിനിൻ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേസ്റ്റ് പ്രൊഡക്റ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശരീരത്തിൽ മസിൽസ് അല്ലെങ്കിൽ പേശികൾ അതുണ്ടാക്കിയിട്ടുള്ളത് പ്രോട്ടീൻസ് കൊണ്ടാണ്. അതായത് ക്രിയാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസ് കൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള മസിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മസിൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസിന് മെറ്റബോളിസം സംഭവിക്കുന്നു. മെറ്റബോളിസം മീൻസ് അതിനെ ഒരു സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ അതിനെ വിഘടിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു തരം വേസ്റ്റ് പ്രൊഡക്റ്റാണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്. അപ്പം ഡിഫറൻസ് മനസ്സിലാക്കുക. ക്രിയാറ്റിനിൽ നിന്നുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പം കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നില്ല. അത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങൾക്കായിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോശങ്ങൾക്കും സ്കിന്നിനും ദെൻ മസിൽ ബിൽഡപ്പ് ചെയ്യാനും ബോൺസിനും പല്ലുകൾക്കും എല്ലാത്തിനും പ്രോട്ടീൻസ് അത്യാവശ്യമാണ്. അപ്പം നോർമലി പ്രോട്ടീൻസ് ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷൻസ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഫങ്ഷൻസ് നടത്തുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞ വേസ്റ്റ് പ്രോഡക്റ്റ് കിഡ്നി ഡാമേജ് ആകുമ്പം കിഡ്നി വഴി അത് യൂറിൻ വഴി പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പം കിഡ്നി ഡാമേജ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറം ക്രിയാറ്റിനിൻ ലെവൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്രിയാറ്റിനിൻ റേസ്ഡ് ആയിരിക്കും. നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ഒരു ഫീമെയിൽ ശരീരമാണെങ്കിൽ സ്ത്രീകളുടെ ശരീരത്തിൽ ക്രിയാറ്റിൻ എന്ന് പറയുമ്പോൾ ഒരു 0.6 മുതൽ 1.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയാണ് ക്രിയാറ്റിൻ്റെ നോർമൽ റേഞ്ചസ്. ഇപ്പോൾ പുരുഷന്മാരുടെ ശരീരത്തിലാണെങ്കിൽ അത് 0.7 മുതൽ 1.3 വരെയാണ് നോർമലി പുരുഷന്മാരുടെ ശരീരത്തിൽ കാണുന്നത്. അപ്പോൾ കിഡ്നി ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ക്രിയാറ്റിനിൻ കൂടി അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ റേസ്ഡ് ആയി എന്ന് മനസ്സിലാക്കാം. അതിപ്പോൾ 2, 3, 4 പോലെ അങ്ങനെ റേഞ്ചസ് കൂടി വരും. അതായത് കിഡ്നീൻ്റെ ഫിൽട്രേഷൻ പരിപാടികൾ തകരാറിലായി, നെഫ്രോൺസ് തകരാറിലായി എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ ക്രിയാറ്റിനിൻ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ബോഡിയിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. കാലുകളിൽ നീര് വയ്ക്കും, 2 കാലിൽ കണങ്കാലിൻ്റെ ഭാഗത്തായിട്ട് സിവിയർ ആയിട്ടുള്ള ഒരു എഡിമ കാണാവുന്നതാണ്. ഫേസിൽ എഡിമാറ്റസ് ആയിട്ട് കാണാം. കണ്ണിന് ചുറ്റുമായിട്ട് ഒരു പഫിനെസ് രാവിലെ എഴുന്നേൽക്കുമ്പം കാണാവുന്നതാണ്. അതേപോലെ തന്നെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു വീക്ക്നെസ് അനുഭവപ്പെടാവുന്നതാണ്. ഒരു അമിതമായിട്ടുള്ള ക്ഷീണം കാണാം. അതിനോടൊപ്പം തന്നെ നമുക്ക് സ്കിന്നിലെ ഡ്രൈനെസ് കാണാം. സ്കിന്നിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാവുന്നതാണ്. യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തായാലും പത കാണാം. അതായത് സിവിയർ ആയിട്ടുള്ള പത കാണാവുന്നതാണ്. നമ്മളിപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ആ പത എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിയാറ്റിനിൻ വേരിയേഷൻസ് ആണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ആ ഒരു പത ഒരു 2-3 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ അത് എന്താ പറയുക, ആ ഒരു വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ടെങ്കിൽ അത് നോർമൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ നോർമൽ ആണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ആ പത അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ടീസ് ചെയ്യുക, ക്രിയാറ്റിനിൻ വേരിയേഷൻസ് ആണെന്ന് ഒരു കോസായിട്ട് പറയാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അമിതമായിട്ട് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. ചിലപ്പോൾ ഫുഡ് കഴിച്ചാൽ ഉടനെ അല്ലെങ്കിൽ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ ഒരു നോസിഗേറ്റിംഗ് ഫീലിംഗ് ഒക്കെ കാണിക്കാവുന്നതാണ്. യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു പോവുക, യൂറിൻ്റെ ഫ്ലോ കുറഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ യൂറിൻ്റെ പുറന്തള്ളപ്പെടുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോവുക, യൂറിനിൽ കളർ ചേഞ്ചസ് കാണപ്പെടുക, യൂറിനിൽ ഭയങ്കരമായിട്ട് സ്മെല്ല് കാണപ്പെടുക, അങ്ങനെ യൂറിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് കാണിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള തോന്നലുണ്ടാവുക, നാവി വേദന അനുഭവപ്പെടുക, ചിലപ്പോൾ നടുവേദനയായിട്ടും കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ക്രിയാറ്റിനിൻ വേരിയേഷൻസ് കൊണ്ട് ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡയബറ്റിസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഭാഗമായിട്ട് റേസ്ഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ കൂടി വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ പ്രോസ്ട്രേറ്റിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കായാലും ക്രിയാറ്റിൻ വേരിയേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വൃക്കകൾ കല്ലുകളായിട്ടുള്ള ആളുകൾക്ക് ക്രിയാറ്റിൻ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ സിംറ്റംസ് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ സ്റ്റോൺ ഫോർമേഷൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് യൂറിനിൽ ഭയങ്കരമായിട്ട് ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുണ്ടാവും, സിവിയർ ആയിട്ടുള്ള പെയിൻ അനുഭവപ്പെടും. യൂറിനറി ഇൻഫെക്ഷൻസ് ആണെങ്കിൽ ചിലപ്പം പനിയായിട്ട് കാണാം, അല്ലെങ്കിൽ വിറയലോട് കൂടിയിട്ടുള്ള പനി രാത്രി കാലങ്ങളിൽ അനുഭവപ്പെടാവുന്നതാണ്. അടിവയറ്റിന്ന് വേദന ഉണ്ടാവാം, നടുവേദന കാണപ്പെടാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് സിവിയർ ആയിട്ടുള്ള മസിൽ പെയിനും ബോഡി പെയിനും കാണിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ സിംറ്റംസ് കാണിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു RFT ചെയ്യുക, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
പിന്നെ നിങ്ങൾക്ക് വൃക്കകളിൽ എന്തെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് EGFR കാണിക്കാം. EGFR മീൻസ് ഗ്ലോമലാർ ഫിൽട്രേഷൻ റേറ്റ്, അതായത് കിഡ്നി വഴി പുറന്തള്ളപ്പെടുന്ന നെഫ്രോൺസിന്റെ ഒരു റേറ്റിനെയാണ് നമ്മൾ GFR എന്ന് പറയുന്നത്. EGFR അതിന് നോർമൽ വാല്യൂ എന്ന് പറയുമ്പം 60 ബിലോ പോവുകയാണെങ്കിൽ, നോർമലി 90 ആണ്, 60 ബിലോ ഒക്കെ കാണിക്കുവാണെങ്കിൽ കിഡ്നി തകരാറിലാണ്, ഫിൽട്രേഷൻ ഡാമേജ് ആയെന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂറിൻ അനാലിസിസ് ചെയ്യാം, RFT ചെയ്യാവുന്നതാണ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതിൽ സെറം ക്രിയാറ്റിൻ ലെവൽ, യൂറിക് ആസിഡ് ലെവൽ, യൂറിയൻ ലെവൽ, അതേപോലെ തന്നെ മറ്റുള്ള ഫാക്ടേഴ്സൊക്കെ അതിൽ അറിയാൻ പറ്റുന്നതാണ്. യൂറിൻ അനാലിസിസ് ആണെങ്കിൽ ഇപ്പോൾ ബാക്ടീരിയ ഉണ്ടോ, പസൽസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോയും കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. നോർമലി അതൊരു 200 അബോവ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ ഒരു സിവിയർ ഡാമേജ് ആണെന്ന് മനസ്സിലാക്കാം. 30 അല്ലെങ്കിൽ 30 താഴെയൊക്കെ ആണെങ്കിൽ അത് നോർമൽ ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വയറിൻ്റെ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടീഷൻസ്, മറ്റെന്തെങ്കിലും സ്റ്റോൺ ഫോർമേഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി കിഡ്നിയുടെ ആരോഗ്യം നശിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളും, അതായത് ക്രിയാറ്റിൻ വേരിയേഷൻസ് കാണിക്കുന്ന ലക്ഷണങ്ങളും, അതേപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റുകൾ. ഇനി നമുക്ക് ക്രിയാറ്റിനിൻ എങ്ങനെയാണ് കൂടി വരുന്നത്? ശരീരത്തിൽ പല ഫാക്ടേഴ്സ് കൊണ്ടും ക്രിയാറ്റിനിൻ കൂടാം. ബോഡിയിൽ ഹൈഡ്രേഷൻസ് ഇല്ലെങ്കിൽ, വൃക്കകളിൽ കല്ലുകളായിട്ട് എന്തെങ്കിലും ഫോർമേഷൻസ് ഉണ്ടെങ്കിൽ, വൃക്കകളിൽ ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസോ ഉണ്ടെങ്കിൽ, മൂത്രനാളിയിൽ ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസോ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഡയബറ്റിസ്, ദെൻ പ്രോസ്ട്രേറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, ചിലപ്പം ചില സ്നേക്ക് ബൈറ്റ്സ് ഒക്കെ ഇതിനെ ട്രിഗർ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി വൈപ്പർ, അണലി പോലത്തെ പാമ്പൊക്കെ കടിച്ചാൽ അത് പ്രോട്ടീൻ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമുക്ക് ന്യൂറോടോക്സിക്, ഹീമോടോക്സിക് പോലത്തെ ഒരു ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ അമിതമായിട്ട് ഉപ്പ് കഴിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ട് സാൾട്ട് അടങ്ങിയിട്ടുള്ള, സോഡിയം റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, അതൊക്കെ അതിൻ്റെ ഒരു ലീഡിങ് ഫാക്ടറായിട്ട് പറയാം. അമിതമായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽ ബിൽഡപ്പ് കൂടും, അതായത് മസിൽ മെറ്റബോളിസം കൂടും, അങ്ങനെ പ്രോട്ടീൻ ലീക്കേജ് കാണിക്കാവുന്നതാണ്. ദെൻ നിങ്ങളെ സ്കിന്നിൽ എന്തെങ്കിലും ഈ ബേൺസ്, പൊള്ളലേറ്റായാലും ഇതിൻ്റെ ഒരു വേരിയേഷൻസ് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഈ ഒരു ക്രിയാറ്റിനിൻ വേരിയേഷൻസിൻ്റെ കോസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഡയറ്റ് ഫോക്കസ് ചെയ്യണം. ഡയറ്റിൽ റെഡ് മീറ്റ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക. സോഡിയം റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ, അമിതമായിട്ട് ഉപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും അത്യാവശ്യം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ജങ്ക് ഫുഡ് പരമാവധി കുറയ്ക്കുക. വർക്കൗട്ട് ചെയ്യാം, ബട്ട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകൾ കൺട്രോൾ ചെയ്ത് വരിക. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുക, അതായത് ലക്ഷണങ്ങളും അതിൻ്റെ കോസസും കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുക. അപ്പോൾ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്